ഷെക്കിന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്, വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്, വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ്. 3 തലത്തിലുള്ള സാക്ഷ്യമാണ് നമ്മളിവിടെ നൽകുന്നത്. ആദ്യമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മെ സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നു. രണ്ടാമത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആദ്യാവസാനം നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു. മൂന്നാമത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് നമ്മെ ഉപകരിച്ചിട്ടുള്ള സംഭവങ്ങൾ, അത് ഒരുപക്ഷെ ഒരു സംഭവമാകാം, ഒരു വായനയാകാം, ഒരു ദർശനമാകാം. ഇത്തരത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് നമ്മളെ ഉപകരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തില് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകുന്നത് പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. അവരുടെ സഹന ജീവിതം, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അവരുടെ കൂട്ടായ്മ, പ്രത്യാശ, ഈ തരത്തിലുള്ള എല്ലാ വിവരണങ്ങളും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു തരത്തില് അപ്പോസ്തല പ്രവർത്തനം പൊതുവെയും പുതിയ നിയമത്തിലെ ഒരു പുറപ്പാട് പുസ്തകമായിട്ട് കരുതാം. പഴയ നിയമത്തില് മോശയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. കർത്താവ് അവരെ മേഘസമ്പത്തിലും അഗ്നിസമ്പത്തിലും വഴി നടത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ലക്ഷ്യം ദൈവരാജ്യമാണ്. ഇവിടെ അപ്പോസ്തലന്മാർ നയിക്കപ്പെടുന്നു, അവരെ വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലന്മാർ അവരുടെ പ്രേക്ഷിത യാത്രകളിലൂടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോക അതിർത്തികളിൽ എത്തിക്കുന്നു. റോമായില് സുവിശേഷം എത്തിക്കുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായ സാമ്രാജ്യമാണ്. അപ്പോഴത് ലോകത്തിന്റെ അതിർത്തിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. വീണ്ടും കിഴക്കിന്റെ അതിർത്തിയായ ഭാരതത്തില് ഇതേ സമയം തന്നെ സുവിശേഷം എത്തി എന്നുള്ളത് ദൈവപിതാവിന് നമ്മുടെ ഭാരത ജനതയോടുള്ള ഒരു പ്രത്യേക കരുതലായി എടുക്കാം. അതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. വിശ്വാസ സമൂഹത്തിന്റെ ലക്ഷണം, അത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് കൃപാവരം അവരിൽ നിറഞ്ഞ് കാണപ്പെട്ടു എന്നുള്ളതാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. കൃപാവരം നിറഞ്ഞ് കാണപ്പെടുക. ആക്ട്സ് 4:32-33 വാക്യങ്ങള് നാം വായിക്കുന്നത്, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും അവരുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൃപാവരം ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. അത് യേശുവിന്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാണ്. തുടർന്ന് ദീർഘമായ പ്രസംഗത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിത്വം വരിക്കുന്നു. അപ്പോഴിവിടെ ഈ കൃപാവരം രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്നു. വീണ്ടും ഈ കൃപാവരം അത് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഇടവരുത്തുന്നു. പത്രോസ്ലീഹ മുടന്തിന് രോഗശാന്തി കൊടുക്കുമ്പോൾ പറയുന്നു, സ്വർണമോ വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക, നടക്കുക.
അപ്പോൾ അത് അവിടെ സംഭവിക്കുന്നു. തുടർന്ന് പത്രോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്ന വലിയൊരു വചനം അവിടെ രൂപപ്പെട്ടു വരുന്നു. വലിയ ധൈര്യപൂർവം പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പൗലോസും സീലാസും കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. അപ്പോഴത് കണ്ട് സാഹസത്തിന് തുനിഞ്ഞ കാരാഗ്രഹ അധികാരിയോട്, സാഹസം അരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അധികാരി ചോദിക്കുന്നു, രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസ്ലീഹ ഉറച്ചു പ്രഖ്യാപിക്കുന്നു, കർത്താവായ യേശുവിൻ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ കൃപാവരം വളരെ ശക്തമായ വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ രൂപപ്പെടുത്തി നമുക്ക് തരുന്നു. വീണ്ടും ഈ കൃപാവരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് രണ്ട് ഉദാഹരണം. ഒന്ന്, ഒരു ബൾബ്, അത് പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുമ്പോൾ നമുക്കറിയാം അത് വൈദ്യുതി അതിൽ ഒഴുകിയെത്തിയിട്ട് അങ്ങനെയാണ് ഒരു ബൾബ് പ്രകാശിക്കുന്നത്. അപ്പോൾ ഒഴുകിയെത്തുന്ന ഈ വൈദ്യുതിയാണ് കൃപാവരം. വീണ്ടും നമുക്കറിയാം സസ്യജലാദികള് അത് ജലം സ്വീകരിച്ച് പ്രകാശം സ്വീകരിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ ഒഴുകിയെത്തുന്ന ജലമാണ് അല്ലെങ്കിൽ പ്രകാശമാണ് കൃപ. അത് സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ കൃപാവരം നിറഞ്ഞു നിൽക്കുന്നു. വീണ്ടും ഈ ബൾബ് പറയുകയാണ്, ഞാൻ പ്രകാശിച്ചു നിൽക്കുന്നു, നിങ്ങൾ എൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് അങ്ങനെയല്ലല്ലോ. ഒഴുകിയെത്തുന്ന വൈദ്യുതിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു തെങ്ങ് പറയുന്നു, നിങ്ങൾ എൻ്റെ മനോഹരമായ ഓലകൾ കാണുക, കായ്ഫലങ്ങൾ കാണുക. അത് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജലം അല്ലെങ്കിൽ പ്രകാശം ഇവ സ്വീകരിച്ചിട്ടാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇവിടെയും അത് തടങ്ങൾ എടുത്ത് അതിനെ നനയ്ക്കുന്ന ഒരു കർഷകൻ, അല്ലെങ്കിൽ വൈദ്യുതിയിൽ അത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ, ഇവരെല്ലാം ദൈവരാജ്യത്തിലെ ഒരു ശുശ്രൂഷ ചെയ്യുന്നവരുടെ സ്ഥാനത്താണ്. അപ്പോഴൊരു കർഷകൻ പറയുകയാണ്, എൻ്റെ പ്രയത്നഫലമായിട്ടാണ് ഈ സസ്യം ഇങ്ങനെ ഫലപുഷ്ടി ചൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അങ്ങനെയല്ലല്ലോ. മറിച്ച് അത് സ്വീകരിച്ച ജലവും വൈദ്യുതിയും അതല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന വൈദ്യുതിയും ഇത് മുഖേനയാണ് അതിന് ഫലം പ്രവഹിക്കാനും പ്രകാശിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഈ ഒഴുകിയെത്തുന്ന വൈദ്യുതിയാണ് ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ഒഴുകിയെത്തുന്ന ജലമാണ്, പ്രസരിക്കുന്ന പ്രകാശമാണ് ദൈവത്തിൻ്റെ കൃപ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഈശോയുടെ കൃപ, ഇങ്ങനെ വിവിധ രീതിയിൽ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ കുർബാനക്രമത്തിലെ കാർമ്മികൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാവമാണ് നിറഞ്ഞു വരുന്നതെങ്കിൽ അതിനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായിട്ടെടുക്കാം. അതേസമയം പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാവമാണെങ്കിൽ അത് പിതാവായ ദൈവത്തിൻ്റെ കൃപയായിട്ടെടുക്കാം. ഈശോയുടെ രക്ഷാകര പ്രവൃത്തി നമ്മിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ നമ്മിലേക്ക് ഒഴുകുന്നത് ഈശോയുടെ
കൃപയായിട്ട് നമുക്ക് എടുക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃപാവരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് 1987 ഖണ്ഡിക 1987 20 29 പാരഗ്രാഫിൽ ആണ്. 1989 പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ പ്രഥമ പ്രവൃത്തി മാനസാന്തരമാണെന്ന് പഠിപ്പിക്കുന്നു. 1996 പറയുന്നു, നമ്പർ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാനുള്ള സൗജന്യ ദാനമാണ് കൃപാവരം എന്ന്. 1997 കൃപാവരം ദൈവത്തിന്റെ ജീവനുള്ള ഭാഗ്യത്വമാണെന്ന് പഠിപ്പിക്കുന്നു. 1999 ക്രിസ്തുവിന്റെ കൃപാവരം ദൈവം നൽകുന്ന സൗജന്യ ദാനമാണ്. അവിടുത്തെ തന്നെ ജീവന്റെ ദാനം നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്താനും അതിനെ വിശുദ്ധീകരിക്കാനുമായി പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്നു. അത് മാമോദിസായിലൂടെ ലഭിക്കുന്ന വിശുദ്ധീകരിക്കുന്ന അഥവാ ദൈവികമാക്കുന്ന കൃപാവരമാണ്. ഇതാണ് നമ്മുടെ വിശുദ്ധീകരണ പ്രവൃത്തിയുടെ സ്രോതസ്. വീണ്ടും 2000 നമ്പർ 2000 നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധീകരണ കൃപാവരത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രവർത്തനാത്മക കൃപാവരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വിശുദ്ധീകരണ കൃപാവരം അത് സ്ഥായിയായിട്ട് ലഭിക്കുന്ന ഒരു കൃപയാണ്. അതേസമയം പ്രവർത്തനാത്മക കൃപാവരം അത് ദൈവത്തിന്റെ ഇടപെടലാണ്. അത് മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ ഗതിയിലോ ദൈവത്തിന്റെ ഇടപെടലുകൾ. ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ പൗലോസ്ലീഹയുടെ മാനസാന്തരമാണ്. പൗലോസ്ലീഹ ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി ദേഹത്ത് പതിച്ച് നിലം പതിക്കുന്നു. അപ്പോൾ ആ പതിക്കുന്ന മിന്നലൊളിയാണ് ദൈവത്തിന്റെ ഇടപെടൽ. അത് ആക്ഷൻ, അത് പ്രവർത്തനാത്മക കൃപാവരം. വീണ്ടും അത് പൗലോസ്ലീഹയെ മനസാന്തരത്തിലേക്ക് നയിക്കുന്നു, ആത്യന്തികമായിട്ട് മാമോദീസയിലേക്ക് നയിക്കുന്നു. ഈ മാമോദീസയാണ് നമുക്കുള്ള വിശുദ്ധീകരണ കൃപാവരം. അത് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നു. വീണ്ടും ഈ കാലഘട്ടത്തില് കൃപയുടെ വലിയ ഒരു നിധിയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തലുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മൂലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെ കുറിച്ചാണ്. ഹംഗറിയിലെ ഒരു വീട്ടമ്മയിലൂടെ എലിസബത്ത് കിൻഡൻമാൻ പരിശുദ്ധ അമ്മയുടെ മൂലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. 1961 മുതൽ 1981 വരെയുള്ള ഇതിന്റെ ഒറിജിനൽ ഡയറിക്ക് ഹംഗറിയിലെ ആർച്ച് ബിഷപ്പ് പ്രസിദ്ധീകരണ അനുമതി നൽകിയിട്ടുള്ളതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിന്റെ വിവർത്തനങ്ങളുണ്ട്. ഇംഗ്ലീഷില് ദ ഫ്ലെയിം ഓഫ് ലവ് ഓഫ് ദി ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി എന്ന് സെർച്ച് ചെയ്താൽ amazon.com നമുക്ക് ഈ ബുക്ക് ലഭ്യമാണ്. ഇവിടെ പരിശുദ്ധ അമ്മയിലൂടെ കൃപ നൽകപ്പെടുമ്പോൾ സ്നേഹാഗ്നി ജ്വാലയുടെ കൃപ എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഈ കൃപ നൽകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, കൃപ നൽകുന്നത് ശരിക്കും പരിശുദ്ധ ത്രിത്വമല്ലേ? അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ കൃപ ഒഴുകപ്പെടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഇംഗ്ലീഷിൽ നമ്മൾ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അപ്പോൾ അമ്മയിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃപയുണ്ട്. ഈ കൃപ നിറഞ്ഞിട്ട് ഒഴുകുന്നതാണ് പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്ന കൃപ. വീണ്ടും വിശുദ്ധ യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ, ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണമാണ്
ആ ഉണ്ണിയേശു, അതാണ് കൃപ. അപ്പൊ പരിശുദ്ധ അമ്മ ആ ഒരു വലിയ സമർപ്പണം നടത്തുന്നു. അമ്മ തരുന്ന കൃപ എന്ന് പറയുന്നത് ഉണ്ണിയേശുവാണ്, അത് യേശു തന്നെയാണ്. വീണ്ടും ഈ കൃപ പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നത് കുരിശിൻ ചുവട്ടിലാണ്. കുരിശിൻ ചുവട്ടില് ഈശോയുടെ 5 തിരുമുറിവുകളിൽ നിന്നാണ് ശിമയോൻ പ്രവചിച്ച ഒരു വാള് ഹൃദയത്തെ ഭേദിക്കുമെന്ന് പറയുമ്പോൾ അതിന് കരുണയുടെ ഒരു ഇതുമായിട്ടൊരു സിമിലാരിറ്റി വരുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയം കുന്തത്താൽ കുത്തപ്പെടുമ്പോഴാണ് കരുണയുടെ പ്രവാഹം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ വാള് ഹൃദയത്തെ ഭേദിക്കുമ്പോൾ അവിടെ സ്നേഹാഗ്നി ജ്വാല നമുക്കായിട്ട് ഒഴുകപ്പെടുകയാണ്. വീണ്ടും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് നമ്മള് കൃപാപരത്തിന്റെ ക്രമത്തിൽ അവൾ നമ്മുടെ അമ്മയാണെന്ന് 967 പാരഗ്രാഫ് മുതൽ 970 പാരഗ്രാഫ് വരെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് സത്യത്തിൽ നമുക്ക് നൽകുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സമ്മാനമാണ്. കാരണം ഈ കത്തോലിക്കാ സഭ മതബോധന ഗ്രന്ഥം കഴിഞ്ഞ ദിവസം എടുത്തു വായിക്കുമ്പോൾ കൃപാവരത്തെ കുറിച്ച് ഒരു കൃത്യത കിട്ടുന്നതിന് വേണ്ടി വായിക്കുമ്പോൾ ഈ ഭാഗം യാദൃശ്ചികമായിട്ട് കയ്യിൽ വന്നു. അപ്പോഴതിന്റെ ടൈറ്റില് കൃപാവരത്തിന്റെ കൃപത്തിൽ അവൾ നമ്മുടെ അമ്മയാണെന്ന്. അപ്പൊ കൃപാവരത്തെ കുറിച്ച് പറയുമ്പോൾ അതും പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊരു ഭാഗം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് നമ്മളത് കൂടുതൽ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ഇത് യാദൃശ്യമായിട്ട് നമുക്കിത് കിട്ടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കുടുംബ ഹൃദയത്തിലെ സ്നേഹാജ്വാലയെ കുറിച്ച് പറയുമ്പോൾ ആധികാരികമായിട്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. കൃപാവരത്തില് അവൾ നമ്മുടെ അമ്മയാകുന്നത് അത് 968 അത് പറയുന്നുണ്ട്. ഹവ്വ എന്നത് നമ്മുടെ ആദി മാതാവാകുമ്പോൾ ഒരു കൃപാവര യുഗത്തില് അത് പിതാവായ ദൈവത്തിന്റെ ഹിതത്തിനും പുത്രന്റെ രക്ഷാകര പ്രവൃത്തിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനും തികച്ചും വിധേയായി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ഗുണങ്ങള് അത് അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ച് ഒരു കൃപയുടെ യുഗത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഒരു ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയരുമ്പോൾ അവിടെയാണ് പരിശുദ്ധ അമ്മ കൃപാവരത്തിന്റെ ക്രമത്തിൽ നമ്മുടെ അമ്മയാവുന്നത്. വീണ്ടും 969 വായിക്കുന്നു. കൃപാവര ക്രമത്തിലുള്ള മറിയത്തിന്റെ ഈ മാതൃത്വം മംഗളവാർത്തയുടെ സമയത്ത് അവൾ വിശ്വസ്തതാപൂർവം നൽകിയതും കുരിശിന്റെ കീഴിൽ അചഞ്ചലമായി നിലനിർത്തിയതുമായ സമ്മതം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രക്ഷാകരമായ ഈ ദൗത്യം അവൾ മാറ്റിവെച്ചില്ല. നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ വിളിച്ചപേക്ഷിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെട്ട ആ കൃപാവരം അത് കുരിശിന്റെ ചുവട്ടിൽ നിന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു രക്ഷയുടെ ഒരു പൂർത്തീകരണം വരെയും പരിശുദ്ധ അമ്മ നമുക്ക് സഹായിയായിട്ട് കടന്നു വരുന്നു. ഇവിടെയാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയുടെ ആ വെളിപ്പെടുത്തലുകൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതില് വിശുദ്ധിയുടെ കൃപയെക്കുറിച്ച് 2 ഭാഗങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നവംബർ 17, 1962
കൃപ ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ ഏറെ നേരം എന്നോട് സംസാരിച്ചു. സംഭാഷണ മധ്യേ എൻ്റെ പാപഭാരം എടുത്തുമാറ്റി ആത്മീയമായ ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു. അപ്പോഴ ഈ സംഭാഷണം, പരിശുദ്ധ അമ്മയോടുള്ള സംഭാഷണം, അത് ആത്യന്തികമായിട്ട് ഒരു വിശുദ്ധിയുടെ കൃപ നമുക്ക് നൽകുന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകള്, ജപമാലകള്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള സന്ദേശങ്ങള്, ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശുദ്ധിയുടെ കൃപ, പരിശുദ്ധ അമ്മ, അത് സ്നേഹാഗ്നി ജ്വാലയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കൃപ, വിശുദ്ധിയുടെ കൃപ പരിശുദ്ധ അമ്മ നൽകുന്നു. വീണ്ടും മാർച്ച് 5, 1963 ഈശോ തന്നെ പറയുന്നത്, കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർ അതിന് ശ്രമിക്കുക. ഇതിനോടകം നമുക്ക് തന്നിട്ടുള്ള കൃപ അതിന് നമ്മെ സഹായിക്കും. നിന്റെ മുഴുവൻ ശക്തിയോടും കൂടി ശ്രമിക്കുക. അതുവഴി എങ്ങനെ എൻ്റെ കൃപകൾ വർദ്ധിക്കുമെന്ന് നീ അറിയുക. അപ്പോഴേ നമ്മുടെ ഒരു വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഒരു ശ്രമം, അത് ദൈവത്തിന്റെ കൃപയാലാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശ്രമത്തില് നമ്മൾ ഈ വിശുദ്ധിയുടെ കൃപ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. വീണ്ടും അവസാനമായിട്ട് നമ്മൾ വിശ്വാസികളുടെ ലക്ഷണമായ കൃപാവരത്തെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെയെല്ലാം നമ്മൾ അറിയേണ്ടത്, നമ്മൾ യഥാർത്ഥമായ ഒരു ശത്രുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് അന്തരീക്ഷത്തില് കറുത്ത മേഘങ്ങൾ സൃഷ്ടിച്ച് അതിനെ ഇരുമ്പെന്നും ലോഹപാളി എന്നും പറഞ്ഞ് അതിനെ ഭേദിക്കുവാൻ ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞ് വമ്പ് പറയുന്നു. പിതാവായ ദൈവത്തിന്റെ പദ്ധതിക്ക്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് ഇനി സാധ്യതയില്ല എന്നുള്ള രീതിയിൽ അത് അഹങ്കരിച്ചു നിൽക്കുന്നു. ഇവിടെ നമ്മൾ വിശ്വാസ ജീവിതം യേശു ക്രിസ്തുവിന്റെ ബലിയുടെ യോഗ്യതയാൽ, നമ്മുടെ ബലിപീഠത്തിന്റെ പരിശുദ്ധിയാല്, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ സ്തുതിപ്പ്, ഇത് ഒരു വിശുദ്ധ അമ്പായിട്ട് ഉയർന്ന് ഈ ദുഷ്ടനൊരുക്കിയിരിക്കുന്ന മേഘപാളികളിൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നും, അങ്ങനെ ദൈവത്തിൻ്റെ കൃപ ആ വിള്ളലിലൂടെ വീണ്ടും ഇവിടെ അരിച്ചിറങ്ങുമെന്നും, അത് നമുക്ക് കൃപയുടെ ഒരു കുത്തൊഴുക്ക് ഇവിടെ സംഭവിക്കുമെന്നും നമുക്കറിയാം. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്നതിന് അത് ഒരു മുന്നോടിയായി വരികയും ചെയ്യും. നമ്മുടെ കുടുംബത്തില് ദൈവത്തെ പോലെ ആരുണ്ട്? നമ്മുടെ സഭയില് ദൈവത്തെ പോലെ ആരുണ്ട്? നമ്മളായിരിക്കുന്ന ദേശത്ത് ദൈവത്തെ പോലെ ആരുണ്ട്? സെന്റ് മൈക്കിൾ പ്രേ ഫോർ അസ്, സെന്റ് ജോസഫ് പ്രേ ഫോർ അസ്, സെന്റ് ജോർജ് പ്രേ ഫോർ അസ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾക്കുള്ള വിജയമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.